തുടരും സിനിമയുടെ ഫൈനൽ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ 118 കോടിയും ഷെയർ കളക്ഷൻ 50 കോടിയും. ഏകദേശം കേരളത്തിൽ 77 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് സിനിമയ്ക്കായിട്ട് വിറ്റുപോയത്. തുടരും സിനിമ കേരള ബോക്സ് ഓഫീസിൽ വലിയ റെക്കോർഡുകൾ നേടിയിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും ഷെയർ കളക്ഷനായിട്ട് 50 കോടി രൂപ നേടിയ ചിത്രം, അതുപോലെ കേരള ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയ ചിത്രം, 2025 ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രം, അങ്ങനെ പല റെക്കോർഡുകളും തുടരും സിനിമയ്ക്കുണ്ട്. ഈ വർഷത്തെ മഴവിൽ എൻ്റർടൈൻമെൻറ്റ്സ് അവാർഡിലും തുടരും സിനിമയ്ക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് വില്ലൻ, ബെസ്റ്റ് അപ്കമിംഗ് ആക്ടർ, ബെസ്റ്റ് ആക്ഷൻ ഡയറക്ടർ, ബെസ്റ്റ് പെയർ തുടങ്ങിയ അവാർഡുകൾ തുടരും സിനിമയ്ക്കാണ് കിട്ടിയത്. ഇതിലും വലിയ അവാർഡുകൾ ഈ ഒരു സിനിമയ്ക്ക് ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സമ്മർ ഇൻ ബത്ലേഹ് എന്ന സിനിമ 27 വർഷങ്ങൾക്ക് ശേഷം റിലീസിനൊരുങ്ങുന്നു. സിനിമയുടെ റിലീസ് ഡേറ്റ് ഉടനെ അനൗൺസ് ചെയ്യും. ഹൃദയപൂർവ്വം സിനിമയുടെ ഭാഗത്തുനിന്ന് വെൺമതി എന്ന സോങ് കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സിഡ് ശ്രീറാമിൻ്റെ വോയിസിൽ അടുത്തൊരു കിടിലൻ സോങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഹൃദയപൂർവ്വം സിനിമയിലെ ലാലേട്ടൻ്റെ ലുക്ക് പോരെന്നൊക്കെ പലരും സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ വന്ന സിനിമയുടെ വീഡിയോ കണ്ടന്റിലായാലും ലൊക്കേഷൻ സ്റ്റില്ലുകളിലായാലും ഹൃദയപൂർവ്വം സിനിമയിലെ ലുക്കിൽ ലാലേട്ടനെ കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഹൃദയപൂർവ്വം സിനിമയുടെ സ്റ്റോറി പ്ലോട്ട് സംബന്ധിച്ചുള്ള ഒരു റൂമർ ഇപ്പോൾ വന്നിട്ടുണ്ട്. സന്ദീപ് ബാലകൃഷ്ണൻ എന്ന ലാലേട്ടൻ്റെ കഥാപാത്രം ഒരു ബാച്ചിലറാണ്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ വിധേയനായതിനു ശേഷം തനിക്ക് ഹൃദയം തന്ന ആളുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പൂനെയിൽ ലാലേട്ടൻ്റെ കഥാപാത്രം പോവുകയും പിന്നീട് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയുടെ കഥ എന്നൊക്കെയാണ് പറയുന്നത്. നാനാ വീക്കിലി മാഗസിനിൽ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം സിനിമയുടെ പുതിയ സ്റ്റില്ലാണ് കവർ പിക്ക് ആക്കിയിട്ടുള്ളത്. UK-ലും യൂറോപ്പിലും ഹൃദയപൂർവ്വം സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. കേരളത്തിലെ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് എന്ന് ആരംഭിക്കുമെന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ടോപ്പ് 10 സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തുടരും 118 കോടി 90 ലക്ഷം, 2018 89 കോടി 10 ലക്ഷം, എമ്പുരാൻ 86 കോടി 25 ലക്ഷം, പുലിമുരുകൻ 85 കോടി 10 ലക്ഷം, ആടുജീവിതം 79 കോടി 28 ലക്ഷം, ആവേശം 76 കോടി 10 ലക്ഷം, ബാഹുബലി 2 72 കോടി 10 ലക്ഷം, മഞ്ഞുമൽ ബോയ്സ് 72 കോടി, ARM 68 കോടി 75 ലക്ഷം, KGF ചാപ്റ്റർ 2 68 കോടി 50 ലക്ഷം. തുടരും സിനിമ കേരള ബോക്സ് ഓഫീസിൽ ഇട്ട ഹയസ്റ്റ് ഗ്രോസ് കളക്ഷൻ ഇനി ഏത് ചിത്രമായിരിക്കും മറികടക്കുക? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. മമ്മൂക്കയുടെ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. മമ്മൂക്ക പാട്രിയോട്ട് സിനിമയുടെ പുതിയ ഷെഡ്യൂളിൽ ഉടനെ ജോയിൻ ചെയ്യും. തുടരും സിനിമ പോലെ പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ മിക്കവാറും പാട്രിയോട്ട് സിനിമ തന്നെ ആയിരിക്കാം കേരള ബോക്സ് ഓഫീസിൽ ഹയസ്റ്റ് ഗ്രോസ് കളക്ഷൻ നേടാൻ പോകുന്ന ചിത്രം.